ഓം നമോ ഭഗവതേ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 മെയ് മാസ ഫലം. അത് മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള കഷ്ടതകളും നഷ്ടങ്ങളും ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതായത് വളരെയധികം ദുഃഖദുരിത കഷ്ടനാശതാപ വ്യയക്ലേശങ്ങളൊക്കെ പണത്തിനും ആരോഗ്യത്തിനും ശത്രുതാപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും എല്ലാം കൂടി അനുഭവിക്കുന്നവരല്ല എങ്കിലും ഏതെങ്കിലും തരത്തിലൊക്കെ ദുരിതങ്ങൾ ഏഴരശനിയുടെ ജന്മത്തിലെ സഞ്ചാരം കൊണ്ട് അനുഭവിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു കൈത്താങ്ങായിട്ട് രാശ്യാധിപനും തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനും കൂടിയായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ആ സുഖസ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് വളരെയധികം നല്ല ഒരു മാസമാണ് മെയ് മാസം. അതായത് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒന്ന് കരകയറി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, ഫോൺ വിളിച്ച് നേരിട്ട് സംസാരിക്കാവുന്നതിനൊക്കെ അവസരമുണ്ട്. പരിഹാരങ്ങളൊക്കെ നമ്മൾ കഴിയാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് പറഞ്ഞു തരുന്നതുമാണ്. വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും മറ്റ് ഗൃഹപ്രവേശമോ അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ നോക്കുക, തൊഴിൽ തടസ്സങ്ങൾ, വിദ്യാ തടസ്സങ്ങൾ, സന്താന തടസ്സങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് അവസരമുണ്ട്. ഏറ്റവും പ്രധാനം ആരോഗ്യകാര്യമാണല്ലോ. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം. കഫസംബന്ധമായിട്ടും വാദസംബന്ധമായിട്ടും ഒക്കെയുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് കഫസംബന്ധമായ അസുഖങ്ങളൊക്കെ വർദ്ധിക്കുന്നതിനൊക്കെ സൂചനയുള്ള ഒരു കാലമായതിനാൽ വളരെയധികം ജാഗ്രതയോടുകൂടി വേണം ആരോഗ്യകാര്യങ്ങളിൽ ഇടപെടുവാനായിട്ട്. അത് പ്രായമായവർക്ക് വാദസംബന്ധമായിട്ടോ ശ്വാസസംബന്ധമായിട്ടോ ഒക്കെയുള്ള അസുഖങ്ങളുണ്ടാകാം. ഭക്ഷണകാര്യങ്ങളിലും ദിനചര്യയുടെ കാര്യത്തിലുമൊക്കെ ഈ മാസം വളരെയധികം ജാഗ്രത വേണം. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് യാത്രയുടെ ഗ്രഹത്തിൻ്റെ സ്ഥിതി അനുസരിച്ചും യാത്രാ സ്ഥാനാധിപത്യത്തിൻ്റെ സ്ഥിതി അനുസരിച്ചുമൊക്കെ ദീർഘദൂര യാത്ര ചെയ്യുന്നതിനൊക്കെ സൂചനയുണ്ട്. അതായത് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ അതല്ലാതെ ചെറിയ രീതിയിൽ എങ്കിലും ഒരു ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ ഈ മീനം രാശിക്കാർക്ക് മെയ് മാസത്തിൽ സൂചനയുണ്ട്. ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ അനുഗ്രഹം ലഭിക്കുക വഴി പല വിധത്തിലും മനോസുഖവും ശരീരസുഖവും ഒക്കെ വന്നു ചേരുവാനും യോഗമുണ്ട്. സ്വന്തമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ്. അതായത് പൊതുവെ അലസത വിട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവുമുണ്ട്. ധനം ഭൂമിയായിട്ട് മാറുക, അതായത് ഭൂമി വാങ്ങുന്നവർക്കും വളരെ അനുകൂലമാണ്. അങ്ങനെ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് ഉത്തമ ഭൂമി വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. ധനസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ, അതായത് മീനൻ രാശിക്ക് ധനസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ പൂർണ്ണ ബലവാനായിട്ട് ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. അത് ഭാഗ്യാധിപൻ കൂടിയാണ്. അപ്പോൾ അപ്രതീക്ഷിതമായ ഭാഗ്യത്തിലൂടെ ഒരു ലോട്ടറി ഭാഗ്യമോ ചെറിയ പലിശയ്ക്ക് ലോൺ ശരിയായി വരികയോ സുഹൃത്തുക്കൾ മുഖാന്തരം ഒരു ധനപരമായ സഹായങ്ങൾ ലഭിക്കുകയോ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ടോ ഒരു സമ്പത്ത് വന്നു ചേരുവാനുള്ളവർക്ക്, എല്ലാവർക്കും അങ്ങനെയുള്ളവരല്ലല്ലോ എങ്കിലും ഉള്ളവർക്ക് അതൊക്കെ സാധിക്കുന്ന അപ്രതീക്ഷിതമായ സമയമാണ്. ലോട്ടറി അടിക്കുക എന്ന് പറയുമ്പോൾ കയ്യിലുള്ള പൈസയ്ക്ക് മുഴുവൻ ലോട്ടറി എടുക്കുക എന്നുള്ളതല്ല. ഒരെണ്ണം എടുത്താൽ മതി. അതേ ഞാൻ പറയാറുള്ളൂ. ചിലർ പറയും കടം മേടിച്ച് ലോട്ടറി എടുത്ത് ഒന്നും കിട്ടിയില്ല. അതിൽ കാര്യമില്ല. ഓരോരുത്തരുടെ ഗ്രഹനില കൂടി വ്യക്തിപരമായിട്ട് ഭാഗ്യം കൂടി ഉണ്ടെങ്കിലല്ലേ ഞാൻ ഈ പറയുന്നത് കൂടുതലായിട്ട് ഫലിക്കുക. അതുകൊണ്ട് ഒരു ലോട്ടറിയൊക്കെ എടുക്കുക.
ചെറിയ തുക നമ്മുടെ കടം വീടുന്നതിനോ ദൈനംദിന കാര്യങ്ങളുടെ ഒക്കെ നടക്കുന്നതിനോ ഒക്കെ ഉതകത്തക്ക രീതിയിലുള്ള ഒരു സാമാന്യം ഭേദമായ ഒരു തുക അടിച്ചാലും മതിയല്ലോ. എല്ലാവർക്കും കിട്ടുന്നതല്ല ഒന്നാം സമ്മാനവും കിട്ടാൻ യോഗ്യത ഉള്ള ഒരു മാസമാണ് ഈ മെയ് മാസം ഈ മീനം രാശിക്കാരായിരിക്കുന്നവർക്ക്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. കൂടാതെ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ വാഹനം വന്നു ചേരുന്നതിനോ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനമൊക്കെ ആയാലും വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. പലതരത്തിലും കഷ്ടതകളൊക്കെ അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ കഷ്ടതകളിലൂടെ നടുവിൽ ഒരു വാഹനം വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെയാണ് പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യമുണ്ടാകുവാൻ യോഗമുണ്ട്. വിവാഹത്തിലൊക്കെ കലാശിക്കുവാനും ഇരു കൂട്ടരും കൂടി സമ്മതിച്ച് അങ്ങനെയൊക്കെ സാധിക്കും. മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും മറ്റ് IT മേഖലകൾ, ഇൻഫർമേഷൻ വിഭാഗം, സാങ്കേതിക വിഭാഗവുമായി ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും മെഡിക്കൽ രംഗങ്ങളിൽ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക്, ഡോക്ടേഴ്സ്, അതിൻ്റെ അവാന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ അഭിവൃദ്ധികരമാണ്. അധ്യാപകരായാലും അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് ജോലിക്കാരായ അധ്യാപകരെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് അധ്യാപകർ മാത്രമല്ല, പ്രൈവറ്റ് മേഖലകളിലൊക്കെ 10,000-കണക്കിന് അധ്യാപകരുണ്ട്. അവർക്കൊക്കെ പൊതുവെ നല്ലതായിരിക്കും. ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ മറ്റുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു താല്പര്യവും ശ്രദ്ധയും ഒക്കെ ഉണ്ടാകുന്നതിനും ഒക്കെ നല്ല അനുകൂലമുള്ള ഒരു മാസമാണ്. ഇപ്പോൾ മിക്കവാറും സ്കൂളുകളൊക്കെ അടച്ചിരിക്കുകയാണ്. എങ്കിലും ഓൺലൈൻ ക്ലാസ് അതായത് ഈ സമയത്ത് തന്നെ ചില എൻട്രൻസ് പോലെയുള്ള കോഴ്സുകളൊക്കെ ഇപ്പോഴാണ്. അങ്ങനെ നിരവധി കോഴ്സുകളുണ്ട് ഈ സമയത്ത് നടക്കുന്നത്. ചിലരൊക്കെ ചോദിക്കും, അവധിയുള്ള സമയത്താണോ അധ്യാപകരുടെ മേന്മ പറയുന്നത്? അങ്ങനെ ഉള്ള അവധിയുള്ള സ്കൂളുകളെ മാത്രം ഉദ്ദേശിച്ചല്ല, പഠനം എപ്പോഴും നടക്കുന്നതാണ്, അത് ഏത് കാര്യത്തിലായാലും. അതുപോലെ വാഹന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. കലാകാരന്മാരായിരിക്കുന്നവർക്ക് അഭിവൃദ്ധികരമാണ്. കലയെയൊക്കെ സൂചിപ്പിക്കുന്ന, അഭിനയത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ കലയുടെ കാരകനായ ശുക്രനും സാഹിത്യത്തിൻ്റെയും നർമ്മത്തിൻ്റെയും കാരകത്വമുള്ള ബുധനും കൂടി യോഗം ചെയ്ത് നിൽക്കുമ്പോൾ സാഹിത്യകാരന്മാർക്ക് മറ്റ് ഇതര കലയുമായി ബന്ധപ്പെട്ട് ഒക്കെ ജോലി ചെയ്യുന്നവർ, ബ്യൂട്ടി പാർലർ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, ഹാസ്യപരമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ, സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ അനുകൂലമാണ്. ഒരു പരിധി വരെ കടങ്ങളൊക്കെ കുറഞ്ഞു വരിക. എല്ലാവർക്കും കടമുള്ളവരല്ല, എങ്കിലും കടങ്ങളൊക്കെ കുറഞ്ഞു വരിക. സാമ്പത്തിക അഭിവൃദ്ധി ഏതെങ്കിലും തരത്തിലൊരു ഉന്നമനം, അതായത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക. അതുപോലെ തന്നെ ശത്രുക്കൾ നിഷ്പ്രഭരാകും, ശല്യം കുറയും. തൊഴിൽ രംഗത്തായാലും ധാരാളം ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട്. ഈ തൊഴിൽ രംഗത്ത് ഒരു തരത്തിലും മറ്റുള്ളവർ ഭയങ്കര ശല്യമാണ്. എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യം പറഞ്ഞ് മേലധികാരികളായാലും സഹപ്രവർത്തകരൊക്കെ ആയാലും സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ മോശമായ രീതിയിലൊക്കെ അങ്ങനെയുള്ള ശത്രുക്കൾ ഒഴിവായി കിട്ടുന്നതിനൊക്കെ സൂചനയുണ്ട് പല രീതിയിലും. അതുപോലെ പ്രായമായ മക്കളുള്ള ഈ നക്ഷത്രക്കാർക്ക് മക്കളെ കൊണ്ട് നല്ല ജോലി കിട്ടുന്നതിനോ വിജയങ്ങൾ വന്നു ചേരുന്നതിനും അങ്ങനെയൊക്കെ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുന്നതിനുമൊക്കെ ഈ മാസം യോഗമുണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ, ദുഃഖ ദുരിതങ്ങളുള്ളത് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.